നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ, നിൻരുതിരമതിനാൽ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയാ, നിന്നടിയാർക്കു പിതാവിൻ സന്നിധി വന്നിടാമേ സതതം, നിന്നടിയാർക്കു പിതാവിൻ സന്നിധി വന്നിടാമേ സതതം. വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര, വന്ദനം യേശുപര, നിനക്കെന്നും വന്ദനം യേശുപര. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ, വന്ദനം ചെയ്യുന്നു നിന്നടിയാർ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഗദരേനരുടെ ദേശത്ത് എത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാരായിരുന്നുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാൻ. അവർ നിലവിളിച്ചു പറഞ്ഞത്, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്നാണ്. കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് ഈ ദുരാത്മാവിന് അറിയാമായിരുന്നു. അവൻ ഈ ലോകത്തെ ന്യായം വിധിക്കും. സാത്താനും ദുരാത്മാക്കളും എന്നേക്കും നരകത്തിലേക്ക് എറിയപ്പെടും. പാപിയായ മനുഷ്യന്റെ സ്ഥാനവും അവിടെ തന്നെയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. സർവ്വമാനവരാശിയുടെയും പാപഭാരം താൻ ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവന് പാപക്ഷമ ലഭിക്കുന്നു, ദൈവ പൈതലായി തീരുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ.